Dear students, problems related to sets in the complex plane. We have a question. Sketch the graph of the equations. First one, imaginary part of z equal to minus 2. Imaginary part of z means imaginary part of x plus iy. Z equal to x plus iy equal to minus 2. That means imaginary part means y. Y equal to minus 2. So we have to sketch the graph of y equal to minus 2. So we draw the x-axis and y-axis, and y equal to minus 2 means x-axis ന് parallel ആയിട്ടുള്ള equation ആണ് minus 2 ലൂടെ pass ചെയ്യുന്നത്. Suppose that this is minus 2, then the line y equal to minus 2 is this. Y equal to minus 2 x-axis ന് parallel ആയിട്ട് minus 2 ലൂടെ pass ചെയ്യുന്ന line. Next we have imaginary part of z bar plus 3i equal to 6. That is imaginary part of z bar means x minus iy. That is z equal to x plus iy ആണെങ്കിൽ z bar equal to x minus iy plus 3i equal to 6. That is imaginary part of x. I common ആണ്, i പുറത്തേക്ക് എടുത്താൽ i into minus y plus 3 equal to 6. That means imaginary part means minus y plus 3 equal to 6. Sorry, plus 6. That implies minus y equal to 3. That implies y equal to minus 3. So we have to draw the line y equal to minus 3. So draw the x-axis and y-axis. Y equal to minus 3 means x-axis ന് parallel ആയിട്ട് minus 3 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. ദാറ്റ് ഈസ് y equal to minus 3. ഇതാണ് ഇമാജിനറി പാർട്ട് ഓഫ് z ബാർ പ്ലസ് 3i ഈക്വൽ ടു 6 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ്. y equal to minus 3 എന്ന് പറയുന്ന ലൈൻ. നെക്സ്റ്റ് വി ഹാവ് തേർഡ് വൺ, imaginary part of z minus I equal to real part of z plus 4 minus 3i. That implies imaginary part of z means x plus iy minus I equal to real part of x plus iy plus 4 minus 3i. That is imaginary part of ഇവിടെ x plus I common ആണ്, y minus 1 equal to real part of x, പിന്നെ ഒരു റിയൽ പാർട്ട് ഉള്ളത് പ്ലസ് 4 ആണ്, പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് 3. ഇക്വേറ്റ് ചെയ്താൽ ഇമാജിനറി പാർട്ട് ലെഫ്റ്റ് സൈഡിൽ ഇമാജിനറി പാർട്ടാണ്, ദാറ്റ് ഈസ് വൈ മൈനസ് 1. റൈറ്റ് സൈഡിൽ റിയൽ പാർട്ടാണ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 4. സോ വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 4. ദാറ്റ് ഇംപ്ലൈസ് വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇംപ്ലൈസ് വൈ മൈനസ് 1 ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. മൈനസ് എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. That implies y minus x minus 1 minus 4 means minus 5 equal to 0. That is y minus x equal to 5. Y minus x equal to 5 means അതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഏത് ഒരു ലൈന് വരയ്ക്കാൻ നമുക്ക് 2 പോയിൻ്റ് കിട്ടിയാൽ മതി. 2 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പോയിൻറ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ ബാക്കി എല്ലാ പോയിൻറ്റ്സും നമുക്ക് കിട്ടും. അപ്പോൾ 2 പോയിൻ്റ് കിട്ടാൻ നമ്മൾ സാധാരണ ചെയ്യാറ് ആദ്യം എക്സിന് 0 കൊടുക്കും, അപ്പോൾ വൈയുടെ വാല്യൂ എത്ര നോക്കും, പിന്നെ വൈക്ക് 0 കൊടുക്കും, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര നോക്കും. അപ്പോൾ ഇതാണ് ലൈന് y മൈനസ് എക്സ് ഈക്വൽ ടു 5. സോ നമ്മൾ എക്സിന് 0 കൊടുക്കുക, പുട്ട് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ y മൈനസ് 0 ഈക്വൽ ടു 5. ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു 5. അതായത് എക്സ് വൈ എന്നാണല്ലോ നമ്മൾ പോയിൻ്റ് എഴുതുക, അവിടെ എന്ത് കിട്ടും, 0 5. ഇതാണ് ഒരു പോയിൻ്റ്. ഇനി പുട്ട് y ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 ആകുമ്പോൾ 0 മൈനസ് എക്സ് ഈക്വൽ ടു 5. സോ എക്സ് ഈക്വൽ ടു മൈനസ് 5 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു മൈനസ് 5. അപ്പോൾ എക്സ് വൈ എന്ന് എഴുതിയാൽ മൈനസ് 5 0. അപ്പോൾ 0 5ലൂടെയും മൈനസ് 5 0ലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ്. സോ 0 5ഉം നമുക്ക് വേണ്ടത് 0 5 വേണം, മൈനസ് 5 0. 0 5 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ 0യും വൈ ആക്സിസിൽ 5ഉം 0 5 ഏകദേശം ഇവിടെ വരും. ഇനി അടുത്ത പോയിൻ്റ് മൈനസ് 5
0 ആണ്. -5 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ -5ഉം വൈ ആക്സിൽ 0ഉം. -5 0. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതായിരിക്കും കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലൈൻ സെഗ്മെൻ്റ് അല്ല, അതങ്ങനെ അങ്ങോട്ടും മുകളിലേക്കും പോകും, ഇങ്ങനെ താഴേക്കും വരും. അതിനിടയ്ക്കുള്ള 2 പോയിൻ്റ് ആയിരിക്കും -5 0ഉം 0 5ഉം. ഈ ലൈനാണ് നമുക്ക് വേണ്ട ഇമാജിനറി ഓഫ് z മൈനസ് ഐ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z പ്ലസ് 4 മൈനസ് 3i എന്ന് പറയുന്ന ലൈന് 0 5ലൂടെയും -5 0ലൂടെയും പാസ് ചെയ്യുന്ന ലൈന്. Next we have fourth question, that is modulus of 2z plus 1 equal to 4. So modulus of 2z plus 1 equal to 4 means ഈ ഒരു ടൈപ്പിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു റോ എന്നാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ. സെൻറ്റർ z നോട്ടും റേഡിയസ് റോ ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ ഇവിടെ z എന്നാണ്. z-ൻ്റെ കൂടെ ഇവിടെ കോഫിഷ്യൻ്റ് 1 ആണ്, പക്ഷേ ഇവിടെ കോഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2z/2 പ്ലസ് 1/2 ഈക്വൽ ടു 4/2. ദാറ്റ് ഈസ് z പ്ലസ് 1/2 ഈക്വൽ ടു 2. ഇനി ഇവിടെ മൈനസ് ആണല്ലോ, അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ആണുള്ളത്. അപ്പോൾ അതിനൊന്ന് മൈനസ് ഫോമിലേക്ക് എഴുതിയാൽ മോഡുലസ് ഓഫ് z മൈനസ് -1/2 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ മോഡുലസ് ഓഫ് z മൈനസ് -1/2 ഈക്വൽ ടു 2. മോഡുലസ് ഓഫ് z മൈനസ് -1/2 ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ ഈ ഫോമിലായി മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു റോ. അപ്പോൾ ഇവിടെ z നോട്ട് എന്ന് പറഞ്ഞാൽ -1/2 ആണ്, റോ എന്ന് പറഞ്ഞാൽ 2 ആണ്. -1/2നെ നമുക്ക് ഓർഡേർഡ് പെയർ ഫോമിൽ ഇതിനെ -1/2 പ്ലസ് i ഇൻറ്റു 0 എന്ന് എഴുതാം. -1/2 0 റേഡിയസ് 2. അപ്പോൾ സെൻറ്റർ -1/2 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ് നമുക്ക് വേണ്ട ഫോം. അപ്പോൾ അതൊന്ന് വരച്ചു നോക്കാം. സെൻറ്റർ -1/2 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് വൈ ആക്സിസ്. -1/2 0 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് 1 ആണെങ്കിൽ 1/2 ഏകദേശം ഇവിടെ വരും. -1 ഇത് -1/2 0. അപ്പോൾ ഈ പോയിൻ്റാണ് സെൻറ്റർ. റേഡിയസ് 2 ആണ്. അപ്പോൾ റേഡിയസ് 2 റൈറ്റ് സൈഡിലേക്ക് റേഡിയസ് 2 കൊടുത്താൽ ഇവിടെ ഹാഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 1.5 കൂടെ വേണം. അപ്പോൾ ഇവിടെ 1.5 വരും, 1.5. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലോ, ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ -1 എത്തുമ്പോൾ ഹാഫ് ആവും, പിന്നെ ഒരു 1.5 കൂടെ വേണം. അപ്പോൾ -2.5 വരെ വരും. അപ്പോൾ -2.5 ലെഫ്റ്റ് സൈഡിലും പ്ലസ് 1.5 റൈറ്റ് സൈഡിലും, അത് രണ്ടും ബൗണ്ടറി ആയിട്ടുള്ള പോയിൻ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും. സെൻറ്റർ -1/2 0യും. അപ്പോൾ ഇവിടെ റേഡിയസ് 1.5 പ്ലസ് ഹാഫ് 2 ഉണ്ടാവും. ഇവിടെ റേഡിയസ് ഹാഫ് പ്ലസ് 1.5 അവിടെയും 2 ഉണ്ടാവും. സോ ഈ സർക്കിളാണ് നമുക്ക് വേണ്ടത്. സെൻറ്റർ -1/2 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ. Next we have next question, that is modulus of real part of z greater than 2. Real part of z എന്ന് പറഞ്ഞാൽ that is modulus of real part of x plus iy greater than 2. That is modulus of real part of x plus iy എന്ന് പറഞ്ഞാൽ x. Modulus of x greater than 2. Modulus of x greater than 2 എന്ന് പറഞ്ഞാൽ എന്താ? Modulus of x എപ്പോഴാണ് ഈക്വൽ ടു 2 ആവുക? x ഈക്വൽ ടു 2 ആകുമ്പോഴും x ഈക്വൽ ടു -2 ആകുമ്പോഴും. അപ്പോൾ x ഈക്വൽ ടു 3 ആകുമ്പോൾ എന്താ വരിക? മോഡ് x ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അതേപോലെ x ഈക്വൽ ടു -3 ആണെങ്കിൽ മോഡുലസ് എന്താ വരിക? മോഡ് x ഈക്വൽ ടു 3 എന്ന് വരിക. അതും ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ പോസിറ്റീവ് കേസിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആവുക. നെഗറ്റീവ് കേസിൽ എക്സിൻ്റെ വാല്യൂ -2നേക്കാളും ചെറുതാവുക. അപ്പോഴൊക്കെ മോഡ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് x ഈക്വൽ ടു 2 -2 ആണ് നമ്മുടെ ബൗണ്ടറികളായിട്ട് വരിക.
അപ്പോൾ എക്സ് ഈക്വൽ ടു 2ഉം എക്സ് ഈക്വൽ ടു -2 ഒന്ന് വരച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുത്താൽ മതി. എക്സ് വൈ, എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന് പാരലായിട്ട് 2ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ഇതാണ് എക്സ് ഈക്വൽ ടു 2. ഇനി അതേപോലെ -2ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ഇതാണ് എക്സ് ഈക്വൽ ടു -2. ഇനി നമുക്ക് വേണ്ടത് mod x ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ മോഡുലസ് ഓഫ് എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അതേപോലെ ഈ സൈഡിലേക്ക് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. കാരണം ഇവിടെ -3 -4 അങ്ങനെയാണ് വരിക. അപ്പോൾ mod x എടുത്താൽ 3 4 എന്ന് കിട്ടും. അതുപോലെ ഇവിടെയും 3ഉം 4 ഒക്കെ മോഡുലസ് എടുത്താൽ 2നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഉണ്ടാവുക. പക്ഷേ ഈ ലൈൻ ഉണ്ടാവില്ല. അതിന് കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് mod x ഗ്രേറ്റർ ദാൻ 2 എന്നാണ്, ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഉണ്ടെങ്കിലേ നമുക്ക് ആ ലൈനും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു ഡൊമൈൻ ആവുമോ? ഇത് ഡൊമൈൻ ആവണമെങ്കിൽ എന്ത് വേണം? ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഓപ്പൺ ആണ്, കാരണം ഇതിന് ബൗണ്ടറി ഇല്ല. ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ ഈ സൈഡിൽ ബൗണ്ടറി ഇല്ല, ഇവിടെയും ബൗണ്ടറി ഇല്ല, കാരണം ഈ ലൈൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങോട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യണില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ഈ ലൈൻ എത്ര വരെ പോവുമോ, എക്സ് ആക്സിസ് എത്ര വരെ പോവുമോ അത്രയും പോവും. അതേപോലെ മുകളിലേക്ക് വൈ ആക്സിസ് എത്ര വരെ പോവുമോ അത്രയും പോവും. അപ്പോൾ ഇതിന് ബൗണ്ടറി ഒന്നുമില്ല. സോ ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, ഓപ്പൺ സെറ്റാണ്. ഇനി കണക്റ്റഡ് ആണോ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും എടുത്താൽ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ കണക്റ്റഡ് സെറ്റിന് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പോയിൻറ്റും നമ്മളൊരു Z1 എടുക്കുകയാണ്, റൈറ്റ് സൈഡിലൊരു Z2 എടുത്താൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഏരിയയിലൂടെ പോകണം. ഈ ഏരിയ നമ്മളെ റീജിയനിലില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്കും അവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കും ഉള്ളൂ. സോ ഇത് ഓപ്പൺ ആണ്, പക്ഷേ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഡൊമൈൻ അല്ല, നോട്ട് ഡൊമൈൻ ആണ്. സോ പിക്ചർ ഇങ്ങനെ വരും. ഇവിടെ ഈ ലൈനില്ല, അതുകൊണ്ടാണ് ആ ലൈന് ഡോട്ടായിട്ട് വരച്ചിരിക്കുന്നത്. ഈ ലൈനില്ല, ഇവിടെയും ഈ ലൈനില്ല. ആ ലൈൻ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് കാണിക്കാൻ നമ്മളത് ഡോട്ട് ഇട്ട് വരച്ചാൽ മതി. ബാക്കി ഈ ഗ്രീൻ ലൈന് കാണുന്ന ആ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് നമുക്ക് വേണ്ട മോഡുലസ് ഓഫ് റിയൽ Z ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള പോർഷൻ. നെക്സ്റ്റ് വി ഹാവ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് imaginary part of Z minus I less than 5. That is, we have imaginary part of x plus iy minus I less than 5. That is imaginary part of x, ഇവിടെ I common ആണ്, y minus 1 less than 5. That is imaginary part ആണ് y minus 1 less than 5. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 1നെ കളയാനാണ്, നമുക്ക് y എന്ന് കിട്ടണം. അപ്പോൾ y minus 1 plus 1 less than 5 plus 1. ഒരു പോസിറ്റീവ് നമ്പറാണ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഈക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ y less than 6 എന്ന് കിട്ടും. y less than 6. സോ y less than 6 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വരയ്ക്കും? ആദ്യം y equal to 6 വരച്ച് നോക്കാം. അതിന് താഴെയുള്ള പോർഷൻ എടുത്താൽ മതിയല്ലോ, അതിനേക്കാൾ ചെറുത്. എക്സും വൈയും വരച്ച് y equal to 6 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിന് പാരലായിട്ട് 6ലൂടെ കടന്നു പോകുന്ന ലൈൻ. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് 6, y ആക്സിൽ 6 ഇതാണെന്ന് വിചാരിക്കാം. അതിലൂടെ കടന്നു പോകുന്ന ലൈൻ വരച്ചു. ഇനി y ലെസ് ദാൻ 6, ഇതാണ് y ഈക്വൽ ടു 6. നമുക്ക് വേണ്ടത് y ലെസ് ദാൻ 6 ആണ്, y ലെസ് ദാൻ 6. സോ y ലെസ് ദാൻ 6 എന്ന് പറയുമ്പോൾ അതിന് താഴേക്ക് ഉള്ള പോർഷൻ വരും. ഈ ലൈൻ ഉണ്ടാവില്ല, അതിന് താഴേക്കുള്ള പോർഷൻസ് ഒക്കെ വരും. ഇനി ഇത് കണക്റ്റഡ് ആവുമോ? ഓപ്പൺ ആണ്, കാരണം ബൗണ്ടറി ഇല്ല. ഇനി കണക്റ്റഡ് ആവുമോ എന്നറിയാൻ എന്ത് വേണം? ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും നമുക്ക് പാത്ത് വരയ്ക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പോളിഗണൽ പാത്ത്, 1 2 3 ലൈനൊക്കെ ഉപയോഗിച്ച് നമുക്ക് പാത്ത് വരയ്ക്കാൻ പറ്റും. സോ ഇത് ഓപ്പൺ ആണ്, കണക്റ്റഡ് ആണ്. ദെർഫോർ ദിസ് ഈസ് എ ഡൊമൈൻ ആണ്. വി ഹാവ് ദ പിക്ചർ ഇമാജിനറി ഓഫ് Z minus I ലെസ് ദാൻ 5. y equal to 6 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, ആ ലൈനില്ല, അതുകൊണ്ട് ഡോട്ട് ഇട്ട് വരച്ചിട്ടുണ്ട്. താഴെയുള്ള ഷെയ്ഡ് ചെയ്ത പോർഷൻ അതങ്ങനെ താഴേക്ക് അങ്ങനെ പോകും. സോ ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ്, അതുകൊണ്ട് അതൊരു ഡൊമൈനാണ്. നെക്സ്റ്റ് വി ഹാവ് 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് Z minus 1 ലെസ് ദാൻ 4. സോ 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് x plus iy minus 1 ലെസ് ദാൻ 4. 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് x ഉണ്ട് -1 ഉണ്ട്, x minus 1 ഒരുമിച്ച് എഴുതി പ്ലസ് iy ലെസ് ദാൻ 4.
ദാറ്റ് ഇംപ്ലൈസ് 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 വരും, ലെസ് ദാൻ 4. ഒന്ന് എക്സ് എടുക്കണം. സോ ഈ മൈനസ് 1നെ കളയാൻ 1 ആഡ് ചെയ്താൽ മതി. ത്രൂ ഔട്ട് 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 + 1 ലെസ് ദാൻ എക്സ് മൈനസ് 1 + 1 ലെസ് ദാൻ 4 + 1. സോ വി ഗെറ്റ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 3 വരയ്ക്കുക, എക്സ് ഈക്വൽ ടു 5 വരയ്ക്കുക. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള പോർഷൻ. കാരണം എക്സ് 3നേക്കാൾ വലുതും 5നേക്കാൾ ചെറുതുമാണ്. സോ വി ഹാവ് ദ ഗ്രാഫ് ആസ് 2 ലെസ് ദാൻ റിയൽ ഓഫ് z മൈനസ് 1 ലെസ് ദാൻ 4 മീൻസ് എക്സ് ഈക്വൽ ടു 3 ഈ ലൈനാണ്, എക്സ് ഈക്വൽ ടു 5 ഈ ലൈനാണ്. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള പോർഷൻ. ആ രണ്ടെണ്ണം വരുന്നില്ല കാരണം ഇവിടെ ലെസ് ദാനേ ഉള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. സോ ആ ഗ്രീൻ ലൈൻ കൊണ്ട് ഷെയ്ഡ് ചെയ്ത പോർഷൻ അതാണ് 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് z മൈനസ് 1 ലെസ് ദാൻ 4 എന്നുള്ള റീജിയൻ. ഇനി ഓപ്പൺ ആണ് കാരണം ബൗണ്ടറി ഇല്ല. പിന്നെ കണക്റ്റഡ് ആണോ എന്നറിയാൻ ഏതെങ്കിലും 2 പോയിൻ്റ് എടുക്കുക. ഏത് 2 പോയിൻ്റ് എടുത്താലും നമുക്ക് ലൈന് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിഗണൽ പാത്ത് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ ഡൊമൈനാണ്, ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ്, അതുകൊണ്ട് ഡൊമൈനാണ്. നെക്സ്റ്റ് വി ഹാവ് നെക്സ്റ്റ് പ്രോബ്ലം ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി ഓഫ് z ലെസ് ദാൻ 4. So -1 less than or equal to imaginary part of x plus iy less than 4. -1 less than or equal imaginary part of x plus iy എന്ന് പറഞ്ഞാൽ y less than 4. So -1 less than or equal to y less than 4. So y equal to -1 വരയ്ക്കണം, y equal to 4 വരയ്ക്കണം. അതിലൊരു സ്ഥലത്ത് ബൗണ്ടറി ഉണ്ടാവും. -1 less than or equal to ആണ്, ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. We have the picture as -1 less than or equal to imaginary of z less than 4. y equal to -1 എന്നുള്ള ലൈൻ വരച്ചു, y equal to 4 എന്നുള്ള ലൈൻ വരച്ചു. എക്സ് ആക്സിന് പാരലായിട്ട് -1ലൂടെ പാസ് ചെയ്യുന്ന ലൈന്, ഇവിടെ എക്സ് ആക്സിന് പാരലായിട്ട് 4ലൂടെ പാസ് ചെയ്യുന്ന ലൈന്. ഇനി താഴെയുള്ള ബൗണ്ടറി ഉണ്ട് കാരണം ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതുകൊണ്ട് ഈ ലൈൻ ഉണ്ടാവും. പക്ഷേ ഈ ലൈൻ ഉണ്ടാവില്ല, അത് ഡോട്ട് ഇട്ടാണ് വരച്ചിട്ടുള്ളത്. അതിനിടയ്ക്കുള്ള പോർഷനാണ് ഷെയ്ഡ് ചെയ്ത പോർഷൻ. സോ ഇനി ഡൊമൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡൊമൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിൽ ഒരു ബൗണ്ടറി ഉണ്ട്. സോ അതെന്തല്ല, ഓപ്പൺ അല്ല. ഓപ്പൺ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല, ലെസ് ദാനേ ഉണ്ടാവുള്ളൂ. രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ ഈക്വൽ ടു വന്നാൽ അതിൽ നമുക്ക് ഓപ്പൺ സെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഇൻഈക്വാലിറ്റിയുടെ കേസിൽ. സോ ഇത് ഓപ്പൺ സെറ്റ് അല്ല. അപ്പോൾ ഇനി കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കണക്റ്റഡ് ആയിരിക്കും, കാരണം ഏത് 2 പോയിൻ്റ് എടുത്താലും നമുക്ക് പോളിഗണൽ പാത്ത് വരയ്ക്കാൻ പറ്റും. സോ കണക്റ്റഡ് ആണ്, പക്ഷേ ഓപ്പൺ അല്ല, അതുകൊണ്ട് നോട്ട് എ ഡൊമൈൻ, നോട്ട് എ ഡൊമൈൻ. ഓക്കെ.